ഓം നമോ നാരായണായ. നമസ്കാരം. നാരായണീയം ദശകം 31 മഹാബലിദർപ്പ ശമനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാബലി തൻ്റെ സർവസ്വവും വാമനമൂർത്തിക്ക് ഉദകപൂർവം ദാനം ചെയ്തു. തൻ്റെ സർവസ്വവും നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും തൻ്റെ ഗുരുവിൻ്റെ ശാപമേറ്റിട്ടും സത്യം കൈവിടാതെ തൻ്റെ അധീനതയിലുള്ളതെല്ലാം തൻ്റെ ശത്രുവിന് ദാനം ചെയ്ത മഹാബലിയുടെ ഭക്തി ശ്രേഷ്ഠതയെ വിചാരിച്ചുകൊണ്ട് മേൽപ്പത്തൂർ അത്ഭുതപ്പെടുന്നതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. ഇവിടെ ഭഗവാൻ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. കാരണം മഹാബലിയിൽ നിന്ന് എല്ലാം അപഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഭഗവാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശത്രു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ വിശ്വരൂപം സ്വീകരിക്കുന്നു, തൻ്റെ ത്രിവിക്രമ രൂപം സ്വീകരിക്കുന്നു. അതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നിസ്സന്ദേഹം തിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ് വ്യാതന്വാനേ മുമുജുരുഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃതവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. മഹാവിഷ്ണുവാണ് തൻ്റെ അടുക്കിലേക്ക് തന്നോട് 3 അടി മണ്ണ് യാചിച്ച് വന്നിരിക്കുന്നത് എന്ന് തൻ്റെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ മഹാബലി വളരെയധികം സന്തോഷവാനായി. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിലും വലിയൊരു സ്ഥാനം തനിക്ക് എന്താണ് ഇനി ലഭിക്കാനുള്ളത്? താൻ എന്താണോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് താൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഒരു സംശയവും കൂടാതെ തൻ്റെ ഗുരുവിൻ്റെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തനിക്കുള്ളതെല്ലാം ഭഗവാന് ദാനം ചെയ്തപ്പോൾ സന്തുഷ്ടരായ ദേവന്മാരും ഋഷിമാരുമെല്ലാം മഹാബലിയെയും ഭഗവാന്റെ മഹിമയെയും പ്രകീർത്തിക്കുന്നതിനായി പുഷ്പവൃഷ്ടി ചെയ്തു. ആ സമയത്ത് ലോകവാസികളെല്ലാം നോക്കി നിൽക്കെ തന്നെ അല്ലയോ ഭഗവാനെ, അവിടുത്തെ വാമന രൂപം വളരാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ വളർന്ന് വലുതായി ഒരു ബ്രഹ്മാണ്ടത്തോളം വളർന്നങ്ങനെ ശോഭിച്ചു നിന്നു. സത്യലോകവാസിയായ ബ്രഹ്മാവ് ബ്രഹ്മാണ്ടത്തോളം വളർന്നു വന്ന ഭഗവാന്റെ തൃക്കാലടികളെ കഴുകിക്കുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ടരീകോദ്ഭവോസൗ കുണ്ടീതോയൈരസിജതപുനാദ്യജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേചരൈരുത്സവേസ്മിൻ ഭേരിം നിഘ്നൻ ഭുവനമചരജാംബവാൻ ഭക്തിശാലി. ത്രിവിക്രമ രൂപം സ്വീകരിച്ച ഭഗവാൻ മഹാബലിയാൽ ദാനം നൽകപ്പെട്ട 3 അടി മണ്ണളക്കുന്നതിനായി അതിൻ്റെ ഒരു പ്രാരംഭമെന്നോണം തൻ്റെ കാൽ ഉയർത്തിയപ്പോൾ അത് സത്യലോകത്തിലാണ് ചെന്നെത്തിയത്. മുകളിലുള്ള ലോകങ്ങളെ അളക്കുന്നതിനായി ഉയർന്നു വന്ന ഭഗവാന്റെ തൃക്കാലടി സത്യലോകത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കിണ്ടിയിൽ നിന്ന് ജലമെടുത്ത് ഭഗവാന്റെ പാദങ്ങൾ കഴുകിച്ചു. ആ ഭഗവാന്റെ പാദങ്ങളെ കഴുകിച്ച ആ തീർത്ഥജലമാണ് ആകാശഗംഗയായി ഒഴുകിയത്. പിന്നെ നമുക്കറിയാം, ഈ ആകാശഗംഗ ഭഗീരഥന്റെ പ്രയത്നം മൂലമാണ് ഭൂമിയിലേക്ക് ഒഴുകിയത്. അങ്ങനെ ഭൂമിയും പാവനമായ ഗംഗാനദിയാൽ പവിത്രമായ ഈ ഗംഗാനദി പാതാളത്തിലും ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ പാദങ്ങൾ കഴുകിയ ആ തീർത്ഥജലം കൊണ്ട് 3 ലോകങ്ങളും പരിശുദ്ധമാക്കപ്പെട്ടു. ഭഗവാന്റെ ഈ വിജയത്തിൽ സന്തോഷിച്ച ഉപരിലോകങ്ങളിലുള്ള ദേവന്മാരും ലോകപാലകന്മാരും മറ്റെല്ലാവരും സന്തോഷം കൊണ്ട് വാദ്യഘോഷങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അവർ ഭഗവാന്റെ ഈ വിജയം ഒരു ഉത്സവമായി തന്നെ ആഘോഷിച്ചു. ശ്രീരാമഭക്തനായ ജാംബവാൻ ഭഗവാന്റെ ഈ വിജയോത്സവം പെരുമ്പറ കൊട്ടിക്കൊണ്ട് ലോകമെങ്ങും സഞ്ചരിച്ച് ലോകമെമ്പാടും അറിയിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജാംബവാൻ അന്ന് ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ജാംബവാൻ യുഗങ്ങൾ തോറും ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പഴയ വസ്തുക്കളെല്ലാം ആ പഴക്കം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ജാംബവാന്റെ കാലത്തുള്ളതാണ് എന്നെല്ലാം നാം പറയുന്നത്. ഇപ്രകാരം ഭഗവാന്റെ ഈ വിജയം ദേവന്മാരും ലോകപാലകന്മാരുമെല്ലാം വളരെയധികം സന്തോഷത്തോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി ആഘോഷിച്ചു. ഇത് കണ്ടുനിന്ന അസുരന്മാർ വാമനമൂർത്തി തങ്ങളെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി വാമനമൂർത്തിയോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നതാണ് അടുത്തതായി പറയുന്നത്.
താവദ്ദൈത്യാസ്ത്വനുമതിം ഹൃദേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവതനുചരൈ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാദേധ പാതാളമാഭൂ. യാഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അസുരന്മാർ തങ്ങളുടെ നാഥനായ മഹാബലിയുടെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ, മഹാബലിയോട് അനുവാദമൊന്നും ചോദിക്കാതെ വാമനമൂർത്തിയുടെ നേരെ യുദ്ധത്തിനായി ചെല്ലുകയാണ്. അപ്പോൾ ഭഗവാന്റെ പാർഷദന്മാർ വന്ന് ഈ അസുരന്മാരോടുകൂടി ഏറ്റുമുട്ടുന്നു. അങ്ങനെ അസുരന്മാരെ തോൽപ്പിക്കുന്നു. അപ്പോൾ മഹാബലി അസുരന്മാരോട് പറയുകയാണ്, കാലസ്വരൂപനായ ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കാലം നമുക്ക് അനുകൂലമായിരുന്നപ്പോഴാണ് നമുക്ക് ദേവന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചത്. ഇപ്പോൾ കാലം ദേവന്മാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ യുദ്ധം ചെയ്തിട്ട് എന്താണ് ഒരു പ്രയോജനം? നിങ്ങൾ തോൽക്കുക തന്നെയുള്ളൂ. ഇനിയും കാലം നമുക്ക് അനുകൂലമായി വരും. അപ്പോൾ നമുക്ക് ദേവന്മാരോട് യുദ്ധം ചെയ്ത് ദേവന്മാരെ തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അസുരന്മാരെ പാതാളത്തിലേക്ക് തിരിച്ചയക്കുന്നു. 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നെടുത്ത ഭഗവാൻ മൂന്നാമത്തെ അടി മഹാബലിയോട് ആവശ്യപ്പെടുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ. പാശൈർബന്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദി താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തി പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയൻ അസ്തവീത്വാം. ഇപ്രകാരം മഹാബലി അസുരന്മാരോട് പറയുന്നത് കേട്ടപ്പോൾ, അതായത് കാലം നമുക്ക് അനുകൂലമായി വരും, അപ്പോൾ നമുക്ക് ദേവന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഭഗവാന് മനസ്സിലായി മഹാബലിയുടെ അഹങ്കാരം മുഴുവനായിട്ടും ഇല്ലാതായിട്ടില്ല എന്ന്. കാരണം ശരീരബലം എന്നൊരു അഭിമാനം ഇപ്പോഴും മഹാബലിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാബലിക്ക് എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു. എന്നാലും ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരബലമുണ്ടല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് അനുകൂലമായ കാലം വരുമ്പോൾ ദേവന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ശരീരബലം എന്നുള്ള ആ ഒരു അഹങ്കാരം ഇപ്പോഴും മഹാബലിയിൽ ഉണ്ടെന്ന് ഭഗവാന് മനസ്സിലായി. ആ ഒരു അഹങ്കാരത്തെ കൂടി ഇല്ലാതാക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ശരീരബലം പോലും തനിക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്ന് മഹാബലിയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി വരുണപാശം കൊണ്ട് ബന്ധിക്കാനാണ് ഭഗവാൻ തീരുമാനിക്കുന്നത്. ഭഗവാന്റെ സങ്കല്പം മനസ്സിലാക്കിയ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിക്കുന്നു. വരുണപാശം കൊണ്ട് ബന്ധിതനായപ്പോൾ മഹാബലിക്ക് മനസ്സിലായി തൻ്റെ ശരീരമൊന്ന് ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിക്കണമെന്ന്. അങ്ങനെ മഹാബലി പൂർണ്ണമായും ഭഗവാനിൽ ശരണാഗതിയടഞ്ഞു. വരുണപാശം കൊണ്ട് ബന്ധിപ്പിച്ച ശേഷം ഭഗവാൻ മഹാബലിയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ മുമ്പിൽ വെച്ച് 2 അടി കൊണ്ട് ഈ ലോകം മുഴുവൻ അളന്നെടുത്തത് അങ്ങ് കണ്ടുവല്ലോ. അങ്ങ് വിശ്വേശ്വരനാണെന്നല്ലേ പറഞ്ഞത്? എനിക്ക് 3 അടി മണ്ണ് തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? 3ാമത്തെ അടി മണ്ണുകൂടി തരേണ്ടതുണ്ട്. അത് എവിടെയാണ് എന്ന് ഉറക്കെ ചോദിക്കുകയാണ്. ഒരു മഹാബലിയെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഭഗവാൻ ഇത് ചോദിക്കുന്നത്. ഇതുകൊണ്ടാണ് മുമ്പത്തെ ശ്ലോകത്തിൽ മഹാബലി ബന്ധനസ്ഥനാകുന്നതും അതുപോലെ തന്നെ ആക്ഷേപവാക്കുകളെല്ലാം സഹിക്കേണ്ട ഒരാളല്ലെന്നുമൊക്കെ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന ഈ സന്ദർഭത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഭഗവാന്റെ ഈ ആവശ്യം കേട്ടപ്പോൾ ഒരു സംശയവും കൂടാതെ ഭഗവാനിൽ പൂർണ്ണമായും ശരണാഗതിയടഞ്ഞ മഹാബലി പറഞ്ഞു, അലയോ ഭഗവാനെ, അങ്ങയുടെ തൃക്കാലടി എൻ്റെ ശിരസിൽ വെച്ച് അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. മഹാബലി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദൻ തൻ്റെ പൗത്രന്റെ ആ സത്യനിഷ്ഠയെ മാനിക്കുന്നതിനായും ഭഗവാനെ സ്തുതിക്കുന്നതിന് വേണ്ടിയും അവിടേക്ക് വന്നു. അങ്ങനെ തൻ്റെ പൗത്രന്റെ സത്യനിഷ്ഠയെ പ്രഹ്ലാദൻ മാനിച്ചു. എന്നിട്ട് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചു. പ്രഹ്ലാദ സ്തുതി കേട്ട് ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുന്നു. ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യേർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജജ പുനരിത്യന്വഗൃണ്ണാ ബലിം തം വിപ്രൈ സന്താനിതമഖവര
പാഹി വാതാലയേശ. ഭഗവാൻ പറഞ്ഞു, അല്ലയോ അസുരശ്രേഷ്ഠനായ മഹാബലി, ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയത് അങ്ങയുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങ് വളരെയധികം പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ പുണ്യങ്ങൾ നിമിത്തം അങ്ങേക്ക് സർവസിദ്ധികളും കൈവന്നിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലം എന്ന ലോകം നൽകി അനുഗ്രഹിക്കുന്നു. ഭൂമിക്ക് താഴെ അതലവിതല സുതലാദി ലോകങ്ങളായ 7 ലോകങ്ങളിൽ വെച്ച് 3ാമത്തെ ലോകമാണ് സുതലം. ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഈ ലോകം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ലോകമാണ് ഭഗവാൻ മഹാബലിക്ക് അനുഗ്രഹിച്ചു കൊടുത്തത്. മാത്രമല്ല, മഹാബലി അധിപനായിരിക്കുന്ന സുതലം എന്ന ആ ലോകത്തിന്റെ ദ്വാരപാലകനായി താൻ തന്നെ ആയിരിക്കുമെന്ന് ഭഗവാൻ മഹാബലിയോട് അരുളി ചെയ്തു. ശേഷം ഭഗവാൻ വീണ്ടും വരങ്ങൾ നൽകി മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. ഭഗവാൻ ഇന്ദ്രപദവിയും നൽകി മഹാബലിയെ അനുഗ്രഹിക്കുന്നു. ഇന്ദ്രൻ എന്നത് ഒരു പദവിയാണ്. ഓരോ മന്വന്തരത്തിലും ഓരോരോ ഇന്ദ്രന്മാരാണ് ഉണ്ടായിരിക്കുക. ഇത് 7ാമത്തെ മന്വന്തരമാണ്. 8ാമത്തെ മന്വന്തരമായ സാവർണിക മന്വന്തരത്തിൽ ഇന്ദ്രനായി മഹാബലിയായിരിക്കുമെന്നും ഇന്ദ്രപദവിയിൽ ഇരുന്നു കൊണ്ട് എല്ലാ സുഖസന്തോഷങ്ങളും അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ ഭഗവാനിൽ സായുജ്യം പ്രാപിക്കുമെന്നുമുള്ള അനുഗ്രഹമാണ് മഹാബലിക്ക് ഭഗവാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നാം കേട്ടിട്ടുള്ള ഐതിഹ്യ കഥയും, അതായത് വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നെല്ലാമുള്ള നാം കേട്ടിരിക്കുന്ന കഥയും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാബലിയുടെ കഥയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമാണുള്ളത്. യഥാർത്ഥത്തിൽ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. സുതലമെന്ന ലോകത്തിന്റെ അധിപനായും വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരത്തിലെ ഇന്ദ്രനായും ഒടുവിൽ ഭഗവാനിൽ സായുജ്യം പ്രാപിക്കുമെന്നുമുള്ള അനുഗ്രഹങ്ങളാണ് ഭഗവാൻ മഹാബലിക്ക് നൽകിയത്. മഹാബലി യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശുക്രമഹർഷി തുടങ്ങിയ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലി തുടങ്ങിവെച്ച ആ യാഗം പൂർത്തിയാക്കിയ അലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിച്ചിരിക്കുന്നത്.